പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ രാകേഷ് ഭായ്. ഹായ് ബോലോ. ഡ്രൈവർ കരോ और मेरा भाई है पर मुഖം മാറ്റടാ. സോ വി ആർ ഹെഡിങ് ടു കശ്മീർ. നമ്മൾ ലഗേജുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങനെയല്ല പോണത്. അപ്പോൾ നമ്മൾ കുറച്ച് ലഗേജുകൾ നമ്മുടെ കൂടെ വന്ന കുറച്ച് ആളുകൾ റൂമിൽ വെച്ച് പോയതാണ്. അപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ വണ്ടിക്കാരൊക്കെ ഉണ്ടല്ലോ ആക്സിഡൻറ്റ് കൊടുക്കാൻ പോകണമായിരിക്കും, അല്ലാതെ വേറൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്, ഡൽഹിയിലത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇങ്ങനെ പോവാണ്. ഇതാണ് ഡൽഹി എയർപോർട്ടിൻ്റെ നഗരപ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഡ്രൈവർ പൾവർ, അപ്പുറത്തെ വണ്ടിയിൽ വേറെ ആരുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഡൽഹിയുടെ കാഴ്ചകളാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:20 ആവാറായി. ഡൽഹിയിലെ ഓട്ടോറിക്ഷകൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കശ്മീരിലാണ്. നമ്മളെ കൂടെ വന്ന ആളുകളിവിടെ ഉണ്ട്. ഹലോ ഹലോ ഹായ്, കാണാൻ ചേട്ടാ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഗുൽമർഗിലേക്ക് പോവാണ്. നമ്മൾ ടോട്ടല് 14 പേരുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് 17 ഫെബ്രുവരി 2025. അപ്പോൾ ഇനി ഗുൽമർഗിലെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, പോവാ. വണ്ടി പുറത്തുണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞോളി. വ്ളോഗാണ്, ഞാൻ മാത്രമേ കാണുള്ളൂ. പറയ്. നമ്മൾ നേരെ ഇവിടെ രാജ്ബാഗിൽ വന്ന് നിർത്തിയ കേട്ടോ വണ്ടി. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ വന്ന ആൾക്ക് പൈസ എടുക്കണം. അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നത് എന്നിട്ട് വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ATM പൈസ ഒക്കെ എടുത്താണ്ട് ഇങ്ങനെ ഇതാണ് രാജ്ബാഗ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, കശ്മീരിൽ വരുമ്പോൾ ഗ്ലൗസ്, ജാക്കറ്റ്, മഫ്ലർ സാധനങ്ങളൊക്കെ കൂടെ ഇറങ്ങിയാൽ കാണാൻ പറ്റും, വാങ്ങാനും പറ്റും. ഓക്കെ, സോ നമ്മളിങ്ങനെ ഇനി ഗുൽമർഗിലേക്ക് പോകണം. ഓക്കെ, ഇങ്ങനെ വന്ന് ഗുൽമർഗിലെത്തി. അതായത് ഗുൽമർഗ് എത്തുന്നതിൻ്റെ 13 കിലോമീറ്റർ താഴെ ടങ്മർഗ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വണ്ടികൾ ഇത്തരത്തിലുള്ള ടെമ്പോ ട്രാവലുകൾ വലിയ വണ്ടികളാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ഇത്തരത്തിലുള്ള ടാക്സികൾ എടുത്തിട്ട് പോകണം. ഇവിടെ വരുമ്പോൾ ഇതേപോലത്തെ ഇപ്പോൾ നമ്മളെ ആളുകളൊക്കെ വണ്ടിയിലുണ്ട്. ഞാൻ നമ്മളെ വണ്ടീനെ ഇവിടുന്ന് അഡീഷണൽ ബുക്ക് ചെയ്ത വണ്ടി ചെയ്യല്ല, ഇവിടുന്ന് നമ്മളെ ഫ്രണ്ടിനെ ഏൽപ്പിച്ച വണ്ടി എന്ത് ചെയ്യാണ്, വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഷൂ, അതേപോലെ തന്നെ ഹാൻഡ് ഗ്ലൗസ്, ഗ്ലാസ്, ഇതൊക്കെ വിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങനെ വന്ന് ഇവിടെ ഷൂ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ എല്ലാവരും കയ്യിലുണ്ടോ ഇങ്ങനത്തെ ഷൂ ആയി. നമ്മളെ കെട്ടിന് വേറെ ഷൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷൂകളൊക്കെ മാറ്റണം. ഓക്കെ, ജാക്കറ്റ്, അഡീഷണൽ ജാക്കറ്റ് എടുത്തു. ഇതിനൊക്കെ ഒരു 200 രൂപ ആ റേഞ്ചിൽ കിട്ടും. ഓക്കെ, നമ്മളെ ബാർഗൈനിങ് സ്കില്ലിനനുസരിച്ചിരിക്കും. ഇവിടെ വരുന്നു, എല്ലാവരും ഷൂ കാര്യങ്ങൾ മാറ്റിയിടുന്നു. സെറ്റല്ലേ? ഷൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതാണ് വാട്ടർ പ്രൂഫ് സോക്സ്. ഇവിടുന്ന് ഒരു 100 രൂപയാണ് അതിൻ്റെ റേറ്റ്. അത് നമ്മൾ ബാർഗൈൻ സ്കില്ലിനനുസരിച്ച് 70 രൂപ കിട്ടും. ഓക്കെ, അവിടെ സെറ്റല്ലേ? അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുട്ടികൾക്കുള്ള ഡ്രസ്സിങ് സാധനങ്ങളുണ്ടല്ലോ, അതെന്തായാലും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം. ഓ സുഹൃത്തുക്കളെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ, ഏയ് ചേച്ചി അവിടെ ബാക്കില് ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ അതെ, അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ഇനി ടങ്മർഗിലെത്തി. ഇനി 13 കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് കയറണം. ഓക്കെ, അതായത് ഒരു നമ്മളെ നാട്ടിലെ ഊട്ടി, അതായത് നമ്മളൊരു ചുരം. ഓക്കെ, അപ്പോൾ ചുരത്തിലേക്ക് പോവാണ്. ഇവിടെ ആണോ മഞ്ഞുണ്ടോ? ലെഫ്റ്റ് ഉണ്ടോ? വെള്ളം ഡ്രൈ ആയിട്ടുണ്ടോ? വെള്ളം ഡ്രൈ അല്ല, എന്തിനു പറയാ, ഫ്രോസൺ അവിടെ ഉണ്ടോ? നമ്മളിങ്ങനെ പോവാണ് സുഹൃത്തുക്കളെ. ഓക്കെ,
ഒരു 13 കിലോമീറ്റർ പോകണം. ഒരു വണ്ടിക്ക് ഏകദേശം 2200 2300 എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് അങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഗുൽമർഗിന്ന് ടങ്മർഗിന്ന് ഗുൽമർഗിലേക്ക്. ഇനി ഗുൽമർഗിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ സമ്മറല്ല വിൻ്റർ അല്ലാത്ത സമയമാണ് വരുന്നെങ്കിൽ നമുക്ക് മേലക്കന്നെ വണ്ടി പോകും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. പോണ ഈ സൈഡിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മഞ്ഞാണ്, പക്ഷേ കുറച്ച് മുന്നേ പെയ്ത മഞ്ഞായതുകൊണ്ട് ആകെ ചളിയാണ്. ഇതൊക്കെ മഞ്ഞാണ്. നമുക്ക് വൃത്തിയുള്ള മഞ്ഞിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ ഗുൽമർഗിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിലേ, അതായത് ഗുൽമർഗ് അതേപോലെ തന്നെ ഈ ഒരു മുഗൾ രാജവംശത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡൽഹി സന്ദർശിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഹബ്ബ ഖാറ്റൂന് നിങ്ങൾ നേരത്തെ അവിടെ എഴുതിച്ചുണ്ട് ഒരു ഷോപ്പിൻ്റെ പേര്. അതായത് അന്ന് കശ്മീർ ഭരിച്ചിരുന്ന ആളാണ് ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് ഇവിടുത്തെ നേതാവായിരുന്നു യൂസുഫ് ഷാ ചക്കിൻ്റെ ഭാര്യയായിരുന്നു ഹബ്ബ ഖാറ്റൂൻ. അപ്പോൾ ഈ ഹബ്ബ ഖാറ്റൂനും യൂസുഫ് ഷാ ചക്കും അവരുടെ ഒരു ഉല്ലാസ കേന്ദ്രത്തിന് ഒരു ലേസർ ടൈം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗുൽമർഗ്. ആ ഗുൽമർഗ് മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, പൂന്തോട്ടങ്ങളുടെ നഗരി. ഓക്കെ, വേൾഡിലെ തന്നെ ഗിന്നസ് റെക്കോർഡുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാരഡൈസ് സോൺ എന്നറിയപ്പെടുന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഹബ്ബ ഖാറ്റൂനും അതേപോലെ തന്നെ യൂസുഫ് ഷാ ചക്കുമായിട്ട് പോവാണ്. പക്ഷെ ഇവിടെ യൂസുഫ് ഷാ ചക്കില്ല, ഹബ്ബ ഖാറ്റൂനുണ്ട്. ബാക്കിൽ 2 യൂസുഫ് ഷാ ചക്കും 2 ഹബ്ബ ഖാറ്റൂനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയി ഗുൽമർഗിൽ എത്തിയിട്ടോ. അപ്പോൾ ഗുൽമർഗിൽ എത്താൻ നേരത്ത് ജസ്റ്റ് എല്ലാവർക്കും കൂടെ ഒന്ന് കണ്ണടക്കാൻ വേണ്ടി പറഞ്ഞാണ്. കണ്ണടച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരോട് തുറക്കാൻ പറയും. ഇപ്പോൾ നൈസായിട്ട് എല്ലാവരും കണ്ണടച്ചോളൂ. അലീന മോളുണ്ട്, ചേച്ചിയുണ്ട്, അതുപോലെ വേക്കിലാരോ എഴുതച്ചായും കണ്ണടച്ചിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് അവരോട് എല്ലാവരും കണ്ണടപ്പിക്കാൻ പറഞ്ഞു. നിങ്ങളെ വരുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ണടച്ചുകൊണ്ട് നേരെ തുറക്കരുത്. മുന്നേ ഞാൻ മെല്ലെ കൗണ്ട് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാവും. നല്ല മുറുക്കി പിടിച്ചോളി. ലെഫ്റ്റ് സൈഡിലേക്ക് മെല്ലെ നോക്കിക്കോളൂ. മെല്ലെ ലെഫ്റ്റ് സൈഡിലേക്ക്. തുറന്നോളി, ഓപ്പൺ ആയിക്കോളി. എങ്ങണ്ട് സെറ്റല്ലേ? ഓക്കെ, ഇതാണ് ഗുൽമർഗ്. നമ്മളിങ്ങനെ പോകും. ഗുൽമർഗിൽ എത്തി സുഹൃത്തുക്കളെ. സെറ്റല്ലേ? കംപ്ലീറ്റ് സ്നോ. നമ്മൾ നേരെ ഇങ്ങനെ ഗണ്ടോള കയറാൻ വേണ്ടി പോകട്ടോ. അതിൽ ഗുൽമർഗിന്റെ ബോർഡ് ഉണ്ടോ? നമ്മളെ കൂടെ വന്നവരുണ്ട്. ഏയ് സെറ്റല്ലേ? അവിടെ കുട്ടിയുടെ തല മറി തൊപ്പി മറിക്കട്ടോ. ശരി, ഓരോട് ബാക്കിയോടെ എല്ലാവരും പോയോ? ക്യൂ കുറവാണ്. പിന്നെ ഞാൻ എവിടെ നിക്കല്ലോ, നേരെ വഴിയിൽ വന്ന് നിൽക്കിയേ. അത് പെട്ടെന്ന് ഒന്ന് വരി കുറവാണ്. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഗണ്ടോളന്റെ ഫേസ് നമ്പർ 1 എത്തിക്കോ. 1 ടിക്കറ്റ് കൗണ്ടർക്ക് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഗണ്ടോള റൈഡിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്.
അവിടേക്കുള്ള ക്യൂ ആണ് സുഹൃത്തുക്കളെ. അവിടെ എൽജോ എൽജോ എൽഡോ എല്ലാവരും ഉണ്ട്. ചേച്ചി അവിടെ, അലീന അവിടെ, ചേച്ചി അവിടെ, നമുക്കവിടെ ഇയാളെ കുറിച്ച് വേറെ കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാ അവിടെ കിട്ടില്ലേ? ഗുൽമർഗ് ബാത്തുമാ മോനോട് ചെറുക്കവിടെ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഗുൽമർഗിലാണ്. ഗുൽമർഗിൽ സെക്കൻഡ് ഫേസിലേക്ക് പോവാണ്. നമ്മളെ കൂടെ വന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. ഹലോ 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 കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ അല്ലേ? സെറ്റ് പൊളി. സെറ്റല്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇല്ല, ബാക്കിയിലൂടെ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഗണ്ടോള ഫേസ് 2ലേക്ക് പോവാണ്. നമ്മളെ കൂടെ വന്ന ബാക്കി പേരിവിടെ ഉണ്ട്. സെറ്റല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗണ്ടോള ഫേസ് നമ്പർ 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേ? അവിടെ പോട്ടെ പോട്ടെ. നദി പോട്ടെ, അടുത്ത് വരും കേട്ടോ. ശ്വാസം ഉണ്ടല്ലോ. ആ ജസ്റ്റ് കാണിച്ച ഫോട്ടോ എടുക്കാനാണ്. നിങ്ങൾ കാണിച്ചോ. സെൽഫി ഇതിലെന്താ വെച്ച് കഴിഞ്ഞാലേ ഫോട്ടോ ആയിട്ട് ഫോണിലെടുക്കാം. അവിടെ അവിടെ ഇറങ്ങൂ ഇറങ്ങൂ. കമോൺ കമോൺ കമോൺ. മാറിക്കോ മാറിക്കോ മാറിക്കോ. പോട്ടെ പോട്ടെ പോട്ടെ. അടുത്ത വരിക്കോ, അടുത്ത വരി. എല്ലാവരും ഇല്ലേ? അറിയിക്കോ അറിയിക്കോ. നോക്ക് മക്കളെ നോക്ക്. പോട്ടെ 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 പോട്ടെ. നേരെ അടുത്ത വരി, അടുത്ത് ക്യൂന്നോ ക്യൂന്നോ. സുഹൃത്തുക്കളെ, നമ്മൾ ഒടുവിൽ സെക്കൻഡ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ 2 കപ്പിൾസ് നമ്മളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നതിനിടയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഗണ്ടോളകളാട്ടോ. ഗണ്ടോള ഫേസ് നമ്പർ 2ലേക്കാണ്. ഗണ്ടോള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഗണ്ടോള ടിക്കറ്റ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ വെബ്സൈറ്റ് വരും. അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിന് 810 രൂപയും സെക്കൻഡ് ഫേസിന് 1010 രൂപയും. 2 ഫേസും പാടെ പോകാൻ വേണ്ടിയിട്ട് 1820 രൂപ ഉണ്ടാവാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉള്ള ആളുകളൊന്നും അവൾക്ക് കയറരുത്. നല്ല അടിപൊളി ഡാം വിഷു. നമുക്ക് വെരി 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 കമോൺ കമോൺ കമോൺ. അടുത്തോട്ട് വിട്ടു നേരെ കണ്ടോളി സ്വർഗം. ഫാസ്റ്റ് ആയിക്കോ ഫാസ്റ്റ് ആയിക്കോ. മോനെ നോക്കി. ചേച്ചി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ സെക്കൻഡ് ഫേസിൽ എത്തിയിട്ടോ. സെക്കൻഡ് ഫേസിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണിത്. മോനെ നോക്കി. നല്ല സ്നോഫോൾ ഉണ്ട് കേട്ടോ. എന്നാ വരി.
यहाँ से गिरेंगे तो सीधा नीचे पहुंचेंगे। എന്നാലേ ഇവിടെ അധികം നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഫോട്ടോസ് എടുക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, കുറച്ച് അങ്ങോട്ട് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ ഗണ്ടോള കഴിഞ്ഞ് പോരുകയാണ്. തിരിച്ച് ഫസ്റ്റ് ഫേസിലേക്ക് ഇറങ്ങാണ്. സെക്കൻഡ് ഫേസിൽ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. ഗണ്ടോള കൊള്ളാം. ഇതാണ് ഗണ്ടോള കേട്ടോ. ഇത് വരുന്നത് ഇങ്ങനെ വരും. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഗണ്ടോളയിൽ സെക്കൻഡ് ഫേസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്ലൈറ്റ് കൈൻഡ് ഓഫ് സ്നോഫോൾ ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഗണ്ടോളയിൽ, കാശ്മീരിൽ ഗുൽമർഗിൽ, അതായത് കിലൻമർഗിന്റെയും മുകളിലാണ്. കിലൻമർഗിൽ നിന്ന് ഏകദേശം 14,500 ഫീറ്റ് ഉയരത്തിലാണ് ഇപ്പം ഉള്ളത്. എക്സാക്ട് ഗണ്ടോള ഫേസ് നമ്പർ 2 ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. അപ്പോൾ ഗണ്ടോള റൈഡ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗണ്ടോള ബുക്കിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക്, അതായത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ വെബ്സൈറ്റ് വരും. അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾ UP എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഫേസിന് 810, സെക്കൻഡ് ഫേസിന് 1010. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ഒന്നുമില്ല, തത്കാലം എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. തലേ ദിവസങ്ങൾ തത്കാലം എടുക്കാം. അപ്പോൾ ഏകദേശം 50 രൂപേൻ്റെ ഒക്കെ കൂടുതൽ. അതും ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും തത്കാലം എന്നുള്ളതാണ്. അതിൽ ടൈം സ്ലോട്ടും സാധനങ്ങൾ നോക്കുക. അപ്പോൾ ചെറിയ സ്നോഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 14,500 ഫീറ്റ് ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ചെവി അടയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ചവച്ചാൽ മതി, അല്ലെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ കണ്ടോ ഇത് സ്നോഫോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന ആളുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും സെക്കൻഡ് ഫേസിന് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ ചെറിയ കുട്ടികൾ, വയസ്സായ ആളുകൾ, ആസ്മ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരിക്കലും ഈ സംഭവം എടുക്കുകയും ചെയ്തു. ഓക്കെ.